കോഴിക്കോട് കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ ക്വാറികൾ തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന റോഡിനായി മണ്ണ് കൂട്ടിയിടുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. റോഡ് നിർമ്മിക്കാൻ ജലസ്രോതസ്സിന്റെ ഒഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. ഗോതമ്പ് റോഡ് തോണിച്ചാലിലെ ക്വാറികൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. 100ഓളം കുടുംബങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തു വന്നത്. കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ ക്വാറികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി കൂട്ടിയിട്ട് ലോഡ് കണക്കിന് മണ്ണ് അപകടഭീതി ഉയർത്തുന്ന കാര്യം കേരള വിഷൻ ന്യൂസാണ് വാർത്തയിലൂടെ പുറം ലോകത്തെ അറിയിച്ചത്. പ്രദേശത്തെ 150ഓളം കുടുംബങ്ങളെ സാരമായി ബാധിച്ച ഈ വിഷയത്തെ തുടർന്ന് പഞ്ചായത്ത് റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ച് ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചിരുന്നു. തുടർന്ന് വിഷയം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി സമിതി രൂപീകരിച്ചു. അതിനു പിന്നാലെയാണ് ഇന്ന് സ്ത്രീകളും വയോധികരും ഉൾപ്പെടെ 150ഓളം പേർ ക്വാറികൾ സന്ദർശിച്ചത്. പ്രദേശവാസികളുടെ ആശങ്കയെക്കുറിച്ച് തോണിച്ചാലിലെ 80കാരി ചക്കിക്കുട്ടിയുടെ വാക്കുകൾ. ഈ മഴ പെയ്താൽ ഈ മണ്ണും കല്ലും കൂടി ഒഴുകി വന്നാൽ ഞങ്ങൾ താഴെ ജീവിക്കാൻ പറ്റൂല. ഞങ്ങൾ ഇതിൽ കൂലിപ്പണി എടുത്ത് പശുവിന് പുല്ലരിഞ്ഞ് ഇങ്ങനെ നടക്കുന്ന സ്ഥലം, ആ ഒരു സ്ഥലം തന്നെയാണെന്ന് ഇവിടെ വന്ന് നോക്കിയാൽ അറിയില്ല. ഭയങ്കരം, കണ്ടാൽ തന്നെ പേടിയാവും. ക്വാറി സന്ദർശനത്തിനിടെ പുതിയ പല നിയമലംഘനങ്ങളും കണ്ടെത്തിയതായി നാട്ടുകാർ പറയുന്നു. ഒരു മഴ പെയ്ത കഴിഞ്ഞ് പരിപാടി ഇവിടെ ഒരു മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ല. നമ്മളൊക്കെ ജീവിതം 10-50 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ ഏതാ കൂടി ബോണസ് പോലെ 5-6 കൊല്ലം കിട്ടും. മക്കൾ കുട്ടികൾ ജീവിക്കണ്ടേ, നാട്ടുകാർ ജീവിക്കണ്ടേ, ഇവിടെ പിള്ളേർ ജീവിക്കണ്ടേ? ഈ നാട്ടിൽ ഞങ്ങൾക്ക് ഇത്ര കാലം ജനിച്ച് വളർന്ന് ഇവിടെ തന്നെ, ഇനിയും മരിക്കാൻ ഇവിടെ തന്നെ മരിക്കുക. അത് മാത്രമേ പറയാനുള്ളൂ. ഈ കോറി ഞങ്ങൾ എന്തായാലും അനുവദിക്കില്ല. ഇവിടെ കയറി വന്നപ്പോഴാണ് എൻ്റെ ദുരവസ്ഥ അറിഞ്ഞത്. കണ്ടിട്ട് ഇപ്പോൾ പേടിയുണ്ട്. കുടിവെള്ളമല്ല, വീടുകൾ പൊട്ടുന്നു, ബാക്കിയുള്ള പലതരം ഈ പൊടിയടിച്ചിട്ടുള്ള പലതരം പ്രശ്നങ്ങൾ. നാട്ടുകാർ ഒന്നിച്ച് ഇന്ന് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു, ഈ ഒരു സ്ഥാപനം ഇനി നമുക്ക് വേണ്ട, നമ്മുടെ നാട്ടിൽ വേണ്ട. പഞ്ചായത്ത് രൂപീകരിച്ച പഠന സമിതിയുടെ തീരുമാനത്തിന് വിരുദ്ധമായി ഉദ്യോഗസ്ഥർ ക്വാറിക്ക് അനുകൂലമായ റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നതെന്ന് സമരസമിതി നേതാക്കൾ ആരോപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും ഒക്കെ സന്ദർശിച്ച കൂട്ടത്തിൽ പഞ്ചായത്തിന്റെ ഒരു വിദഗ്ധ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടറി 2 ആളെ ചുമതലപ്പെടുത്തുകയും അത് അവരെ കൂടെ വില്ലേജ് ഓഫീസറും വന്ന് ഈ ഇത്ര ഭീകരമായ ഒരവസ്ഥ ഈ നാട്ടിൽ കണ്ടിട്ട് പോലും അവർ കൊടുത്ത റിപ്പോർട്ട് എല്ലാവരെയും കൗതുകമുണർത്തും. കാരണം സെക്രട്ടറിന്റെ നിലപാട് വളരെ ദുരൂഹമാണ്. കാരണം ഈ രീതിയിലേക്ക് ഇവിടെ ഏതെങ്കിലും ഒരു തോട് തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നാ സെക്രട്ടറി ഇതിൻ്റെ കോറി ആളുകളിൽ നിന്നും അതിനുള്ള അർഹമായ പ്രതിഫലം കൈപ്പറ്റിക്കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു റിപ്പോർട്ട്. ഇതൊരു നഗ്നമായ സത്യം ഇവിടെ നടക്കുമ്പോൾ ഇത്തരത്തിലൊരു കള്ള റിപ്പോർട്ട് പഞ്ചായത്തിൽ യാതൊരു കാരണവശാലും ക്വാറി പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. സമരസമിതി ഭാരവാഹികളായ ബഷീർ പുതിയോട്ടിൽ, കബീർ കണിയാത്ത്, വാർഡ് മെമ്പർ കോമളം തോണിച്ചാൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ക്വാറി സന്ദർശനം. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.